അവർക്ക് ഇവിടെ വന്ന് തികച്ചും ഫ്രീ ആയിട്ട് അവർക്ക് ആവശ്യമുള്ള കല്യാണത്തിൻ്റെ തലേന്നിടാനും അന്നിടാനും അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടി ഡ്രസ്സ് ആയാലും ബെഡ്ഷീറ്റ് ചപ്പലായാലും ഒരാളെയും പേടിക്കാണ്ട് ധൈര്യത്തിൽ ഇവിടുന്ന് എടുത്തിട്ട് പോകാം. ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യമില്ല. ലക്ഷങ്ങൾ മുടക്കി സ്വന്തം കല്യാണത്തിന് ഡ്രസ്സ് എടുക്കുന്നവരെ കുറിച്ചിട്ട് നമുക്കറിയാം. എന്നാൽ സ്വന്തം കല്യാണത്തിന് അത്യാവശ്യം കുറച്ച് നല്ല റേറ്റ് ഒക്കെ ഇല്ല, ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുക്കാൻ സാഹചര്യം ഇല്ലാത്തവരെ കുറിച്ചിട്ട് നമുക്കറിയാം അല്ലെ. എന്നാൽ അങ്ങനെയുള്ളവർക്കുള്ള ഒരു സന്തോഷ വാർത്ത, ആ നന്മ നിറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ ഈ ദിവസം ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഹായ്, ഞാൻ ആർജി നവീനയാണ്, ക്ലബ് FM 94.3 കണ്ണൂരിന്റെ. സോ ബുട്ടീക്കുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാം അല്ലെ. നമ്മളൊക്കെ ബുട്ടീക്കുകളിൽ പോകുന്ന ആളുകളാണ് താനും. എന്നാൽ സൗജന്യമായിട്ട് കല്യാണത്തിന് മാത്രം സൗജന്യമായിട്ട് ഡ്രസ്സ് കൊടുക്കുന്ന ഒരു ബുട്ടീക്ക്, അങ്ങനെ ഒരു ബുട്ടീക്ക് നമ്മുടെ കണ്ണൂരിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ക്ലോസ് കൂട്ടുകാരി. അതിന്റെ പേര് സബിത എന്നാണ്. അപ്പം സബിതയെ ഞാനിന്ന് പരിചയപ്പെടുത്താം, ഒപ്പം ആ ബുട്ടീക്കിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ അറിയാം. ഹലോ എവരിവൺ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വെറൈറ്റി ബൊട്ടീക്കിൻ്റെ കാര്യം പറയാനാണ്. അതായത് പാവപ്പെട്ടവർക്കുള്ള ഒരു ബ്രൈഡൽ ഡ്രസ്സിൻ്റെ ബൊട്ടീക്ക്, അതായത് തികച്ചും ഫ്രീ ആയിട്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ, അതായത് നിങ്ങൾ ഒരിക്കൽ യൂസ് ചെയ്തതും പുതുമ നഷ്ടപ്പെടാത്തതുമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ്സുകളും പാർട്ടി വെയർ ഇതൊക്കെ ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു ബൊട്ടീക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് തുടങ്ങാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട്, അഗോറ എന്ന് പറഞ്ഞിട്ട് ഒരു 22 ലേഡീസിൻ്റെ. ഞങ്ങൾ എക്സിബിഷൻ ഗ്രൂപ്പാണ് മെയിനായിട്ട്. അപ്പോൾ ഈ എക്സിബിഷൻ ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു എമൗണ്ട് വെച്ചിട്ട് ഞങ്ങളൊരു ചെറിയ ചാരിറ്റി വർക്ക് ഓരോരോ ആൾ ചെയ്ത് വരുന്നു. അപ്പം ഞാൻ ചെയ്തിരുന്നത് ഈ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ പലയിടത്തുനിന്നും കളക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെടണം എന്നുണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ ഗതികേട് കൊണ്ടായിരുന്നു ആ ഡ്രസ്സ് ഞാൻ കൊണ്ടു കൊടുക്കുന്ന ഇടേണ്ട വന്നിട്ടുള്ളത്. ചിലപ്പം ആ കുട്ടിക്ക് ബ്ലൂ ഇഷ്ടപ്പെടുന്നത് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് പിങ്ക് ആയിരിക്കും, പിങ്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ബ്ലാക്ക് ആയിരിക്കും കൊണ്ടു കൊടുക്കുക. അപ്പോൾ ആ കുട്ടീൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു സങ്കടം ഇതൊക്കെ എപ്പോഴും ഞാൻ കാണാറുണ്ടായിരുന്നു. എന്തെങ്കിലും ഇവർക്ക് വേണ്ടി ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അന്നൊരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു കുട്ടിക്ക് അർജൻറ്റായിട്ടൊരു വെഡ്ഡിങ് ഡ്രസ്സ് വേണം, എവിടുന്നെങ്കിലും ഒന്ന് സബിത ഒപ്പിച്ച് തരും. അങ്ങനെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ ബൊട്ടിക്കിൻ്റെ ഗ്രൂപ്പ്, അതായത് 8 വർഷമായിട്ട് ഞാനൊരു ഓൾറെഡി ഒരു ബൊട്ടിക്ക് നടത്തി വരുന്നതാണ്, അതായത് ലോൺ മെറ്റീരിയൽസും അതൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഇട്ടപ്പം ഒരുപാട് ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡ്രസ്സ് എല്ലാവരുടെ കയ്യിലും ഉണ്ടെങ്കിൽ അത് ഇതായിട്ട് എല്ലാവരോടും ചോദിച്ച് നമ്മൾ മൊത്തത്തിൽ ഈ ഒരു വീഡിയോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രത്തോളം ഡ്രസ്സ് കിട്ടും. എൻ്റെ ഒരു ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ എനിക്ക് ഇത്രയും ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ ഒരു ഡ്രസ്സ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഒരു ബൊട്ടിക്ക് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഒരു സെക്കൻഡ് വീഡിയോ ഇട്ടു, അത് വൈറലായി. ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് ആൾക്കാർ ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഇഷ്ടംപോലെ ഡ്രസ്സായിട്ടും ചപ്പലായിട്ടും പലതരം വെറൈറ്റി ഐറ്റംസും എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്നു. സത്യസാച്ചി ഡിസൈനർ വരെ, അതായത് ഏകദേശം ഒരു 1 ലാഖിൻ്റെ വരെ ഡ്രസ്സുകൾ വരാൻ തുടങ്ങി, പുതുമ നഷ്ടപ്പെടാത്ത ഡ്രസ്സുകൾ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു അടിപൊളി ബൊട്ടിക്ക് ഈ പാവപ്പെട്ടവർക്കായിട്ട് തുടങ്ങി. അവർക്കിവിടെ വന്ന് തികച്ചും ഫ്രീ ആയിട്ട് അവർക്ക് ആവശ്യമുള്ള കല്യാണത്തിൻ്റെ തലേന്നിടാനും അന്നിടാനും അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടി ഡ്രസ്സായാലും ബെഡ്ഷീറ്റ് ചപ്പലായാലും ഒരാളെയും പേടിക്കാണ്ട് ധൈര്യത്തിൽ ഇവിടുന്ന് എടുത്തിട്ട് പോകാം. ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്തു. 1 മന്തായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നെക്സ്റ്റ് കോഴിക്കോട് കുറേ ആൾക്കാരുടെ അഭ്യർത്ഥന നോക്കി കോഴിക്കോട് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് പട്ടാമ്പി, കൊല്ലം, കൊച്ചി, ആലപ്പുഴ, കാസർഗോഡ്, ഇവിടെയൊക്കെ ഞങ്ങൾ ഈ ഫ്രീ ബ്രൈഡൽ ബൊട്ടിക്ക് ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതാത് നാട്ടിലുള്ളവർക്ക് ഏറ്റവും അടുത്തുള്ള അവിടെ പോയിട്ട് കളക്ട് ചെയ്യാം. റെയിൻബോ ദി വുമൻസ് ഔട്ട്ഫിറ്റ് എന്നാണ് ഈ ബ്രൈഡൽ ബൊട്ടിക്കിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും ഇത് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ, കല്യാണത്തിൻ്റെ ഡ്രസ്സിന് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ നാട് വരുന്നത്, എൻ്റെ പേര് സബിത എന്നാണ്. എൻ്റെ നാട് വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പനശ്ശേരിക്കടുത്ത് 5-ാം പടിയിലാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9746779965 ആണ്. ഇതിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് ഡ്രസ്സ് കളക്ട് ചെയ്യാൻ പറ്റുക, എവിടേക്കാണ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരും.